നമ്മളിവിടെ നിൽക്കുന്നത് ട്രിച്ചി എന്ന മധുരയിൽ പോകുന്ന ഹൈവേയിലാണ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് അശോക ലേലൻഡിൻ്റെ ഒരു സർവീസ് സെൻറ്റർ കാണാനാണ്. ഗൈസ് ഇവിടെ ബസ്സുകളൊക്കെ വന്ന് റിപ്പയർ ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മളെ ഫ്രണ്ട്സിനെയൊക്കെ ഇവിടെ കാണാം. നമ്മളെ പിള്ളേരെല്ലാം ഒരു ഐവിയുടെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരാണ് TVS മൊബിലിറ്റി. ഇതും നമ്മുടെ പിള്ളേരെല്ലാം വന്ന കോളേജ് ബസ്സും അവിടെ കാണാം. അപ്പോൾ എങ്ങനെയാണ് ഈ സർവീസ് സെൻറ്റർ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഇവർക്ക് സെയിൽസും ഉണ്ട്. നമുക്ക് എന്താണ് ഉള്ളിലുണ്ടെന്ന് നോക്കിയിട്ട് വരാം. വാ. താഴെ കാണുന്ന വെള്ള ബിൽഡിംഗാണ് സെയിൽസിൻ്റെ ഓഫീസ്. ഇവർ സെയിൽസിനേക്കാളും കൂടുതൽ സർവീസാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ബീഹാർ, മുംബൈ, ഗോവയിൽ നിന്ന് വന്ന കുറച്ച് സുഹൃത്തുക്കളാണ്. അപ്പോൾ ഇവരെവിടെ ഐവിക്ക് എത്തിച്ച മാഷിനെയും പിള്ളേരെ ഒന്ന് പരിചയപ്പെട്ടല്ലോ. പിള്ളേർ നല്ല എക്സൈറ്റഡ് ആണല്ലോ. TVS മൊബിലിറ്റി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ നമ്മൾ സാറ് കുറച്ച് കുട്ടികളായിട്ട് വന്നിരിക്കുകയാണ്. സർ, ഹൗ യു ഫീൽ? What I want to talk? Anything about this, sir? Huh? Anything about this mobility center? Mobility Center. Okay. We are here in TVS Mobility Center at Trichy, whereby which buses from different depots of Trichy, Madurai, which were under the banner of Ashok Leyland and TVS, will have their service here, irrespective of the mechanical and electrical system. They will have their service here. While coming to students' industrial visit concern, we will have real-time exposure to our TQM concepts like, as I already mentioned to you here, in personal, right? Fire principles and it's like a fishbone diagram and some concepts of ISOs you can experience in real time. So how the quality is improvised in real time we are experiencing here, right? We have a representative authority inside. We are also there to assist you. Okay, for sure it will be a useful one. Once again, we will have a meet at the end of the session. Please. അപ്പോൾ നമ്മൾ SRM അറേഞ്ച് ചെയ്തൊരു ഐവി ആണ്. പെട്ടെന്നാണ് ഇന്റേൺഷിപ്പിൽ നിന്നൊരു പയ്യനെ പറ്റി നമ്മൾ കേൾക്കുന്നത്. ബ്രോ, ഇന്റേൺഷിപ്പ് ആണോ? எப்படி இருக்கீங்க இந்த எக்ஸ்பீரியன்ஸ் நல்லா தான். இன்றைக்கி தான் எங்கள் செகண்ட் டே இன்டர்ன்ஷிப்பில். ஆமாம் ஆமாம். சாரி, எப்படி இங்கே த்ரூ காண்டாக்டிங் HR ஐ கார்டு ஜஸ்ட் த்ரூ டைரக்ட் காண்டாக்ட். கேம்பஸ் பிளேஸ்மெண்ட் மாதிரி? கேம்பஸ் நானும் தேர்ட் இயர் தான். உங்கள் செட்டு தான். தேர்ட் இயர் மெக்கானிக்கல். நான் எங்கே படிக்கிறது? பண்ணாரியம்மன் இன்ஸ்டியூட் ஆஃப் டெக்னாலஜி, സത്യമംഗലം, ഈറോഡ് ഡിസ്ട്രിക്ട്. അങ്ങനെ നമ്മൾ ചങ്ങായിമാരടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് നേരെ എന്ത് ചെയ്തു, ഇവിടുത്തെ ഗ്യാരേജിൽ എന്തൊക്കെ വണ്ടികളുണ്ടെന്ന് നോക്കാമെന്ന് പോയി. പല ടൈപ്പ് സ്കൂൾ ബസ്സുകൾ, ലോറികൾ, ട്രക്കുകൾ. പുതിയ ട്രക്ക് വാങ്ങുന്നേടാ? ദിസ് വണ്ണാ? ഇത് അശോക ലൈനിലെ ഈക്കോമെറ്റ് സ്റ്റാറാ. ഹൗ മച്ച് പ്രൈസ്? 28 lakhs. 28 ലക്ഷം രൂപയാണ് കേസ് ഈ ടിപ്പറിൻ്റെ വില. അടിപൊളി ടിപ്പറാണ്. സീറ്റൊക്കെ പുത്തം പോലെ ഇരിക്കുകയാണ്. കവറൊന്നും ഇളക്കിയിട്ടില്ല. അപ്പോൾ വണ്ടി വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പോയാൽ മതി. ചെറിയ പ്രോസസ്സുകളോടെ നിങ്ങൾക്ക് വണ്ടി എടുക്കാമെന്നാണ് ഇവർ പറയുന്നത്. ഇവിടെ കാണാം എത്ര വണ്ടികളാണ് നിരത്തിയിട്ടേക്കുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ഉണ്ട്. എൻ്റെ ഫ്രണ്ട് ഐലൻഡാണ് ഇപ്പോൾ പോകുന്നത്. ഗെയ്സ്, ഒരു വണ്ടി അവസ്ഥ കണ്ട് എനിക്ക് വിഷമമായി പോയേട്ടാ. ഇത് നോക്കി ഗെയ്സ്, തുരുമ്പെടുത്ത് കിടക്കുന്നു. നിറയെ വണ്ടികളെന്ന് വെച്ചാൽ അശോക ലൈലൻഡിൽ വരിക, നിങ്ങൾക്ക് വണ്ടികളെ കാണാം. അശോക ലൈലൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്ത്യൻസിൻ്റെ ഒരു ഫീലാണ്. നമ്മുടെ അഭിമാനമായ വണ്ടികളാണ്. നമ്മൾ പല ആവശ്യങ്ങൾ, ഫയർഫോഴ്സ് ബാക്കി കിടക്കുന്നു. നമ്മുടെ സാധന സാമഗ്രികളൊക്കെ വിശ്വസിച്ച് കൊണ്ടുവന്ന വണ്ടികളാണിത്. ടിപ്പറിൻ്റെയൊക്കെ സാധനങ്ങളാണ് ഈ കിടക്കുന്നത്. തമിഴ്നാട്ടിൻ്റെ ഹൃദയഭാഗമായ തിരുച്ചിറപ്പള്ളി ഫയർഫോഴ്സിൻ്റെ ഫയർ എഞ്ചിനാണ് ഈ കിടക്കുന്നത്. നമുക്ക് എന്ത് അത്യാവശ്യ ഘട്ടത്തിൽ വന്നാലും ഈ ഫയർഫോഴ്സുകളുള്ള വാഹനങ്ങളിലാണ് ആദ്യം ഓടിയെത്തുന്നത്. ഏത് ദുരന്ത സാഹചര്യത്തിൽ നമ്മൾ രക്ഷിക്കാൻ ഈ വണ്ടി എത്തും. തൊട്ടപ്പുറത്ത് ലോറി കിടപ്പുണ്ട്. റെഡി മിക്സിൻ്റെ കോൺക്രീറ്റ് മിക്സർ വണ്ടിയാണ് ഈ കിടക്കുന്നത്. ഇതാ നാഷണൽ പെർമിറ്റ് ആയിട്ടുള്ള ലോറിയാണിത്. ഇതാ ഒരു മീൻ കൊണ്ടുവരുന്ന വണ്ടിയാണ് കിടക്കുന്നത്. എന്തോ ആക്സിഡൻറ്റ് പറ്റിയതുണ്ട്. ഗെയ്സ്, എത്ര വലിയ വണ്ടിയിൽ റാഷ് ഡ്രൈവിംഗ് പാടില്ല എന്നുള്ള എക്സാമ്പിളാണ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ മെഡിക്കൽ കോളേജുകളിലൊക്കെ പോയി നോക്കിയാൽ അറിയാം എത്ര പേഷ്യൻ്റാണ് ഈ എല്ലും കാലൊക്കെ ഒടിഞ്ഞ് വന്ന് കിടക്കുന്നത്. അതുപോലെ തന്നെ ഈ വണ്ടികളുടെ ഫ്രെയിമും ആക്സിലൊക്കെ ഒടിഞ്ഞ് ഇവിടെ വന്ന് കിടക്കുകയാണ് ഓരോ ആക്സിഡൻറ്റുകൾ പറ്റി. അപ്പോൾ എനിക്കിത് കണ്ടിട്ടൊരു വാർഡ് പോലെയാണ് തോന്നുന്നത്, വണ്ടിയൊക്കെ ആയിട്ട് നിർമ്മിച്ചൊരു വാർഡ്. അപ്പോൾ കേസ്, ഈ വണ്ടികളൊക്കെ പണിക്കൊണ്ടുവന്ന് ഈ ചങ്ങായിമാർ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്നും അതിൻ്റെ റിപ്പയറിംഗ് ഒക്കെ എങ്ങനെയാണെന്നും ബില്ലിങ്ങും ആ കോസ്റ്റും സ്പെയർ പാർട്സൊക്കെ എങ്ങനെയാണ് ഇവിടുന്ന് എടുക്കുന്നതെന്നും ഒന്ന് നോക്കാം. ആദ്യം ഇവിടെ വരുന്ന ബസ്സുകളെല്ലാം ഇവിടെ പാർക്ക് ചെയ്തിട്ടിരിക്കും, കാരണം ഉള്ളിൽ സ്ഥലമില്ല. അപ്പോൾ ഇവിടുത്തെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ആദ്യം ഈ നമ്പറുകളൊക്കെ നോട്ട് ചെയ്തെടുക്കും. നമ്പർ നോട്ട് ചെയ്തതിന് ശേഷം സീനിയോറിറ്റി അനുസരിച്ച് ഓരോ സ്റ്റലോട്ടുകളായി തിരിക്കും. എന്നിട്ട് സീനിയോറിറ്റി അനുസരിച്ച് ഓരോ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് വന്ന് ഈ വണ്ടികൾ പരിശോധിക്കും. പുത്തൻ ടിപ്പർ ഇത് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് അല്ല, നമ്മളൊരു കൂട്ടുകാരനാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ KSRTC പോലെ ഇവിടെ TNSTCയുടെ സൂപ്പർ ഫാസ്റ്റ് ബസ് മോഡലാണിത്. 1-to-1 എന്ന് പറയുന്ന വണ്ടിയാണ്. ലിമിറ്റഡ് സ്റ്റോപ്പ് വണ്ടിയാണിത്. ഇവിടെയാണ് TNSTCയുടെ മധുരൈ, ട്രിച്ചി ഡിപ്പോകളിലെല്ലാം വണ്ടികളൊക്കെ സർവീസിന് കൊടുക്കുന്നത്. അതേപോലെ പ്രൈവറ്റ് ബസ്സുകൾ ഇവിടെയാണ് സർവീസ് കൊടുക്കുന്നത്. ഈ അശോക ലൈലൻഡിൻ്റെ മറന്നുപോയൊരു വാനാണ് ഈ കിടക്കുന്നത്. ഓർമ്മയുണ്ടോ? ഓർമ്മയുള്ളവരെ കമൻറ്റ് ചെയ്യണേ. വണ്ടിയുടെ പേരറിയാമെന്ന് കമൻറ്റ് ചെയ്യണേ.
ഐവിക്ക് വന്ന പിള്ളേരെല്ലാം നമ്മൾ ടിപ്പറിന്റെ വെളിയിൽ കയറുന്ന ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ്. അടിപൊളി ടിപ്പറാണ്. ഇതാണ് ഇവിടുത്തെ സെയിൽസ് ഓഫീസ്. ഇപ്പോൾ നമ്മൾ വണ്ടി റിപ്പയറിന് കൊണ്ടുവന്നാലും നമ്മളിത് ഇവിടെ ഇരിക്കാൻ പറയും. ഇപ്പോഴാണ് നമ്മൾ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആയിട്ട് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ എന്തെങ്കിലും കൂടുതൽ കംപ്ലൈൻറ്റോ ലൈക്ക് ഗിയറിൻ്റെ നട്ടോ അല്ല ഇളവിയ ഗിയർ ബോക്സിന് ഇടയ്ക്കല്ലോ വീണല്ലോ, അപ്പോൾ അങ്ങനെയുള്ള മൈനർ കംപ്ലൈൻറ്റിൽ പിന്നെ കോംപ്ലക്സ് കംപ്ലൈൻറ്റ് ആവാതിരിക്കാൻ അവർ നേരത്തെ അത് കണ്ടുപിടിക്കും. അങ്ങനെ വണ്ടി ഓടിച്ച് എക്സ്പെർട്ട് ആയിട്ടുള്ളവർ കണ്ടുപിടിക്കുന്നതാണത്. ഈ കാര്യങ്ങളിൽ ഇത്രയൊക്കെ ചിലവ് വരുമെന്നും ഇത്രയൊക്കെ ലേബർ കോസ്റ്റ് ആകുമെന്നൊക്കെ ഈ കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞ് സമ്മതിപ്പിക്കുന്നു. അതിനുശേഷമാണ് ഈ വണ്ടി വർക്ക്ഷോപ്പിലേക്ക് കയറ്റുന്നത്. വർക്ക്ഷോപ്പിൽ കയറ്റിയാലുടൻ ഇവിടുത്തെ ടെക്നീഷ്യന്മാർ വണ്ടിയിലേക്ക് വേണ്ട പാർട്സ് എന്താണെന്നും അതിലുപയോഗിക്കുന്ന ഗ്രീസോ അങ്ങനെ വല്ല എക്സ്ട്രാ സാധനങ്ങളോ വല്ലതും ആണെങ്കിൽ അതൊക്കെ എല്ലാം നോട്ട് ചെയ്യുന്നു. ഈ നോട്ട് ചെയ്തതെല്ലാം ഒരു ബില്ല് പോലെ ആക്കിയിട്ട് ഈ ഡേറ്റാബേസ് സെൻറ്ററിലേക്ക് കൊടുക്കുന്നു. ഈ ഡേറ്റാബേസ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ സ്പെയർ പാർട്സ് റൂം വരുന്നത്. ഇവിടെ ഏതൊക്കെ സാധനങ്ങളും എല്ലാം അശോക ലേലൻ്റെ ജെന്യൂൻ പാർട്സാണ്. ഇവിടെ തന്നെയാണ് പണിക്ക് ആവശ്യമായ ഗ്രീസും മറ്റ് സാമഗ്രികളും സ്റ്റോർ ചെയ്യുന്നത്. ഗ്രീസ് സ്കാൻ നിങ്ങൾക്ക് കാണാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സീനിയോറിറ്റി അനുസരിച്ച് വണ്ടി നമ്പർ പ്ലേറ്റ് രജിസ്റ്റർ ചെയ്യുന്ന സ്ഥലം. ഈ കമ്പ്യൂട്ടറിൽ എല്ലാ വണ്ടികളുടെ നമ്പറും ഡീറ്റെയിൽസും അതിൻ്റെ നേരത്തെ നടന്ന ചെക്കപ്പുകളും ഹിസ്റ്ററിയും എല്ലാം ഇതിൽ അപ്ലോഡാണ്. വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് വെച്ച് തന്നെ എല്ലാ ഹിസ്റ്ററി അറിയാവുന്ന സൗകര്യമാണ് ഈ ചേട്ടൻ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. ഇനി ഈ സർട്ടൻ നമ്പർ പ്ലേറ്റിൽ വരുന്ന വണ്ടിക്ക് എന്തൊക്കെ പണി സാധനങ്ങൾ വേണം, ഏതൊക്കെ സ്പെയർ പാർട്സ് വേണം എന്നുള്ളതൊക്കെ തന്നെ ഈ കമ്പ്യൂട്ടറിൽ எத்தனை வண்டி இருக்குங்கிறத இங்கே பார்த்துடலாம். மொத்தம் 44 வண்டி உள்ளே நிற்குது. உள்ள எல்லாம் அந்த വെഹിക്കിൾ നമ്പർ എല്ലാമേ നിലവിൽ 44 വണ്ടികളാണ് സർവീസിനായി വെയിറ്റ് ചെയ്ത് കിടക്കുന്നതെന്നാണ് അവർ പറയുന്നത്. സീനിയോറിറ്റി അനുസരിച്ച് വണ്ടി നമ്പർ സെലക്ട് ചെയ്യുമ്പോൾ ഏതൊക്കെ പാർട്സുകൾ വേണമെന്നും ആ പാർട്സുകൾ എവിടെ ഇരിക്കുന്നുവെന്നും താഴെ മാർക്ക് ചെയ്തിരിക്കുന്ന ABCD എന്ന അക്ഷരത്തിലെ റാക്കുകളിൽ എവിടെ ഇരിക്കുന്നുവെന്ന് ഇത് കാണിച്ചു തരുന്നു. ഈ ഡേറ്റാബേസ് ഒരു മൊബൈൽ ആപ്ലിക്കേഷനുമായി ലിങ്ക്ഡ് ആണ്. എന്നിട്ട് എടുത്ത സാധനങ്ങളിൽ ഒരിടത്ത് അടുക്കി വയ്ക്കും. അത് ഈ ചേട്ടൻ ഈ മൊബൈൽ സ്കാൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അവിടെ ബില്ലാവുന്നു. to nearby center, which center will be available, they'll respond. Once part is taken, the scan பண்ணுவாங்க. The part suppose ഇപ്പോൾ ഇൻ കേസ് സാധനം ഇവിടെ അവൈലബിൾ അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഉടൻ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തൊട്ടടുത്തുള്ള അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോറിലേക്ക് കൊറി അയക്കുന്നു. എന്നിട്ട് ആ പ്രോഡക്റ്റ് ഇവിടെ എത്തുമ്പോൾ അതും ഇതുപോലെ സ്കാൻ ചെയ്ത് നമ്മൾ ബില്ല് ചെയ്യുന്നു. ഇങ്ങനെ ബില്ല് ചെയ്തതിന് ശേഷം ഈ സ്പെയർ പാർട്സ് എല്ലാം കൂടെ നമ്മളെ വണ്ടിക്ക് ഏതാണ് നമ്മളെ കറസ്പോണ്ടിങ് നമ്പറുള്ള വണ്ടിക്ക് എല്ലാം അയച്ചു കൊടുക്കുന്നു. ചെക്ക് ലിസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയോ എന്ന് ഈ ചേട്ടൻ നോക്കും. ഇല്ലാത്ത സാധനങ്ങളെല്ലാം ഉണ്ടെന്ന് എൻഷുർ ചെയ്തിട്ട് മാത്രമേ ഇവരൊരു ലേബറിനെ ഇത് ഏൽപ്പിക്കുള്ളൂ. ഉടനെ തന്നെ നമ്മുടെ വണ്ടിക്ക് അലോട്ട് ചെയ്ത മെക്കാനിക്കൽ ചേട്ടന്മാർ വന്ന് ഇതിൻ്റെ പാർട്സ് എടുത്തുകൊണ്ട് പോകും. അതിൻ്റെ ഉടനെ നേരെ പണിപ്പുരയിലേക്ക് കയറി പണി അങ്ങ് തുടങ്ങുകയാണ്. എൻ്റെ മോനെ പിന്നെ രക്ഷയില്ല. എയർ സക്കിങ് എക്യുപ്മെൻറ്റ്സും പലതരം ഐറ്റംസും ഫയർ എക്സ്റ്റിങ്ക്വിഷിങ്ങും സേഫ്റ്റിയും എല്ലാം ഇവിടെ ഓൾറെഡി ഉണ്ട്. പലതരം വണ്ടിയൊക്കെ പല രീതിയിലാണ് പണി ചെയ്യുന്നത്. ചില വണ്ടിക്ക് ലേബർ കോസ്റ്റ് കൊടുക്കേണ്ട, ചിലത് പാർട്സിന് മാത്രമുള്ള പൈസ കൊടുത്താൽ മതി. എല്ലാം പണിയും കഴിഞ്ഞ് ലേബർ കോസ്റ്റും മറ്റും കാൽക്കുലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് സ്പെയർ പാർട്സിൻ്റെ എമൗണ്ടും എല്ലാം കസ്റ്റമർക്കുള്ള ബില്ലിങ്ങിനായി ഇവിടെ ഇടുന്നു. ബില്ലെല്ലാം പേ ചെയ്തതിനു ശേഷം കസ്റ്റമർ ഹാപ്പിയായി വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു. അപ്പോൾ നമ്മുടെ പിള്ളേരെല്ലാം നല്ല ഹാപ്പി ആയി നിൽക്കുകയാണ്. ഇപ്പോൾ വണ്ടിയുടെ എല്ലാ പ്രോസസ്സും കണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാം ഒന്ന് നേരത്തെ എക്സ്പോഷർ ആവാൻ കഴിഞ്ഞിരിക്കുന്നവർക്ക് എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. ഇവിടുത്തെ HR ഇവിടുത്തെ ഐവിക്ക് വന്ന പിള്ളേരോടെ ഒരു ഫോട്ടോയൊക്കെ എടുത്തിട്ടാണ് വിട്ടത്. നമുക്ക് ഇവിടുന്ന് ഇനിയും ഇതുപോലെ മുന്നോട്ട് പോകാനുണ്ട്. അപ്പോൾ നമ്മുടെ ഐവിക്ക് വന്ന ചങ്ങായിമാർക്ക് ഒരു ബായ് കൊടുത്തിട്ട് സ്കൂട്ടാവാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത്. ബൈ.